ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB ജെയിനെ പറ്റിയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. സോ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ സജസ്റ്റ് ചെയ്യാം. ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവർ അല്ലെങ്കിൽ ഇത് എങ്ങനെ അപ്പിയർ ചെയ്യും, എങ്ങനെ തുടങ്ങും എന്നൊക്കെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് നമുക്ക് ചുറ്റും കാണും. സോ അവർക്ക് ഒരു ഓവർവ്യൂ നൽകാനും എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. സോ നമുക്കൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തികച്ചും സബ്ജക്റ്റീവ് ആണെന്ന് ആദ്യം തന്നെ പറയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എക്സാം പാറ്റേൺ ഒക്കെ. CBT 1 വരുന്നുണ്ട്, CBT 2 വരുന്നുണ്ട് അല്ലെ. CBT 1ന്റെയും CBT 2ന്റെയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. സോ നിങ്ങൾ ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം പ്രോപ്പറായിട്ട് സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ലെവലിൽ എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചുകൊണ്ട് ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേപ്പബിലിറ്റീസ്. നിങ്ങളുടെ കേപ്പബിലിറ്റീസ് അനുസരിച്ചുകൊണ്ട് സബ്ജക്റ്റ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് റീസണിങ് എളുപ്പമായിരിക്കും, മാത്സ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ചിലർക്ക് നേരെ തിരിച്ച് ജനറൽ അവയർനെസ് ഡിഫിക്കൽട്ട് ആയിരിക്കും, റീസണിങ് എളുപ്പമായിരിക്കും. നിങ്ങളുടെ കൺവീനിയൻസും നിങ്ങളുടെ ഈസിനെസ്സും വെച്ചിട്ട് സബ്ജക്റ്റുകളെ ജസ്റ്റ് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദെൻ ഓരോ സബ്ജക്റ്റിനെയും നിങ്ങളുടെ ഒരു സ്റ്റഡിയിങ് ലെവൽ, ഗ്രാസ്പിംഗ് പവർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് ഒരു ഒരു ഓർഡർ മേക്ക് ചെയ്തതിന് ശേഷം പഠിക്കാൻ തുടങ്ങാം. നമ്മൾ തരുന്ന മെറ്റീരിയലും അല്ലാതെ നിങ്ങളായിട്ട് കളക്ട് ചെയ്യുന്ന മെറ്റീരിയലും വീഡിയോസും എന്ത് റെഫറൻസും ആയിക്കൊള്ളട്ടെ, ഈ ഡിഫറെൻറ്റ് ബേസിൽ നിന്നുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൽട്ട്, ഫോർ എക്സാമ്പിൾ റീസണിങ് ആണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എന്ന് വെക്കുക. സോ സ്പെൻഡ് മോർ ടൈം ഫോർ ദാറ്റ് റീസണിങ് സബ്ജക്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് GK ആണ് ഡിഫിക്കൽട്ട് എങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ ടൈം കൊടുക്കുക. എല്ലാവർക്കും എല്ലാം എളുപ്പമാവണമെന്നൊന്നുമില്ലല്ലോ. സോ ഇതിന്റെ ഒപ്പം തന്നെ CBT 2 കൂടെ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. ബിക്കോസ് ഈ ഒരു CBT 1ന്റെയും CBT 2 തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. 2 മാസം 3 മാസമൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അപ്പോൾ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സിലബസ് തീർന്നു എന്ന് വരില്ല. സോ CBT 1ന്റെ ഒപ്പം തന്നെ വീക്ക്ലി ഒരു 5-6 മണിക്കൂർ, വീക്ക്ലി ഒരു 5-6 മണിക്കൂർ എങ്കിലും ടെക്നിക്കൽ കണ്ടന്റിനും കൂടെ വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് എത്തും. റിവിഷൻ എന്ന് പറയുന്ന കൂടുതൽ ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടെ അക്വയർ ചെയ്യാൻ സാധിക്കും. സോ മാക്സിമം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം അതനുസരിച്ച് പഠിക്കാൻ തുടങ്ങുക. ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റും ഒരു ഈസി സബ്ജക്റ്റും പാരലലി കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും. സോ ഡെയിലി ഒരു 3 to 4 hours ഒക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. ബട്ട് അത് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആയിരിക്കണം. ആ ക്വാളിറ്റി ടൈം തന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 4 hours ഒക്കെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് സിലബസ് തീർക്കാനും റിവിഷൻ നടത്താനും സാധിക്കും. വൺസ് പഠിച്ചു തുടങ്ങിയാൽ ഒരിക്കലും കണ്ടന്റുകൾ മാത്രം പഠിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. അഡീഷണൽ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും അല്ലാത്തുള്ള റിസോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുക, ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് ഒരു ടോപ്പിക് എടുത്തതിന് ശേഷം ആ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം MCQs എടുത്ത് വർക്കൗട്ട് തന്നെ ചെയ്യുക. ആൻഡ് വീക്ക്ലി വൺസ് നിങ്ങൾ ആ ഒരു വീക്കിൽ പഠിച്ച സബ്ജക്റ്റുകളുടെ റിവിഷൻസും ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യുക. ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് എക്സാം ആകുമ്പോഴേക്ക് മിനിമം 2 to 3 times എങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഇങ്ങനെ ബ്രഷപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്കറിയാം CBT 1 എന്ന് പറയുന്നത് 90 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ ആണ്. CBT 2 എന്ന് പറയുന്നത് 120 മിനിറ്റ് കൊണ്ട് 150 ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും ഒക്കെ ചെയ്താൽ മാത്രമേ
മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പീഡും നെഗറ്റീവ് എലിമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യമൊക്കെ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം MCQs ചെയ്ത വർക്കൗട്ട് ചെയ്ത് നോക്കുക, ടൈം വെച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന MCQs നിങ്ങൾ 100ഓ 150ഓ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, സോ മാക്സിമം വർക്കൗട്ട് ചെയ്താൽ, റിവിഷൻ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റും നെഗറ്റീവ് എലിമിനേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ പഠിച്ചാൽ മാത്രം പോരാ, മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചെയ്തതിന് ശേഷം ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക, അല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക. സോ ഇന്ന് തന്നെ സിലബസ് മനസ്സിലാക്കി നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് കൊണ്ട് ഒരു സബ്ജക്റ്റിനെയും വെയിറ്റേജ് കൊടുത്ത് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോപ്പുള്ള ഒരു ജോബാണ് ഈ പറയുന്ന RRB JE എന്ന് പറയുന്ന ഒരു എക്സാം. ആൻഡ് ഓൾ ഓവർ ഇന്ത്യ വേക്കൻസി വരുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേക്കൻസി, എനിക്കൊന്ന് വേക്കൻസി ലിസ്റ്റ് ഒക്കെ നമ്പേഴ്സ് ഒക്കെ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സർക്കിളിൽ അല്ലെങ്കിൽ സോണിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോയി എക്സാം ക്രാക്ക് ചെയ്ത് നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധിക്കട്ടെ. സോ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.